അബൂബക്കർ ശിബിലി തങ്ങൾ ചോദിക്കുന്നു, തവാഫ് ചെയ്തപ്പോൾ പടച്ച റബ്ബിന്റെ അർശിന് ചുറ്റുകയാണെന്ന് നീ വിചാരിച്ചായിരുന്നോ? പടച്ച റബ്ബിന്റെ അഫുവും ഗുഫ്റാനും പൊറുക്കലും വിടുതിയും തേടിയാണ് ഞാൻ വന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അതാ മുന്നിൽ കയറണം എന്നായിരുന്നു വിചാരിച്ചത്. തിരക്കി പോയപ്പോ ആ മനുഷ്യന്റെ അടുത്തെത്തിയിട്ട് ഒന്ന് തിരക്കിടണം എന്നായിരുന്നു വിചാരിച്ചത്. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നായിരുന്നു വിചാരിച്ചത്. തോളിലേറ്റിയ കുട്ടി വേറൊരാളുടെ തോളിലുള്ള കുട്ടിയുമായി സല്ലപിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് രണ്ട് കുട്ടികളെയും ലാളിക്കാനായിരുന്നോ ഓമനിക്കാനായിരുന്നോ വിചാരിച്ചത്? ദിക്റുകൾ മറന്നുപോയിരുന്നോ? ഒരു ചടങ്ങായി മാറിയിരുന്നോ? റുക്നുൽ യമാനിയുടെയും റുക്നുൽ ഹജറിൻ്റെയും ഇടയിൽ റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന എന്നും പറഞ്ഞ് നിന്റെ ഹൃദയം പടപടച്ചിരുന്നോ? മുൽത്തസം പറ്റിച്ചേർന്ന് നിന്ന് പാപങ്ങളും ഭാരങ്ങളും എല്ലാം കരഞ്ഞു പറഞ്ഞൊഴുക്കിക്കളയുന്ന ഇടം. തിരക്കുകൊണ്ട് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഏകദേശം നേരെ നീ സഞ്ചരിക്കുമ്പോൾ അങ്ങനൊരു വിചാരവും വികാരവും നിന്റെ മനസ്സിൽ വന്നായിരുന്നോ? ഇല്ലേ? സാധു പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല, എല്ലാവരും ചുറ്റിയ പോലെ ഞാനും ചുറ്റി. എന്നാൽ നീ തവാഫ് ചെയ്തിട്ടില്ല. അബൂബക്കർ ശിബിലി തങ്ങൾ ആ മനുഷ്യനോട് തീരുമാനം പറഞ്ഞു കൊടുക്കുന്നു. തവാഫ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമ്പൂർണതയിലേക്ക് ഉയരുന്ന ഒരു പ്രത്യേകമായ ആരാധന. മുഅ്മിനീങ്ങൾ യസ്രിബിലെ കാറ്റേറ്റ് അവിടുത്തെ ഭക്ഷണം പിടിക്കാതെ പറ്റ അവശരായിരിക്കുന്നുവെന്ന് ഉംറയ്ക്ക് വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംഘത്തെയും പരിഹസിച്ചു ഖുറൈശികൾ ഉറക്കെ പറഞ്ഞു നടന്നു. അസമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ക്ഷീണവും പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കാൻ തവാഫിൻ്റെ 3 റൗണ്ടുകൾ നിങ്ങൾ തുള്ളി ആരോഗ്യം പ്രകടിപ്പിച്ച് നിൽക്കാതെ ഓടിക്കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്നത് അതാ റംല് നടത്തും. ഓരോ തുള്ളലിലും വിചാരിക്കുന്നത്, പടച്ചോനെ, ഞാൻ എൻ്റെ ദുന്യാവിൽ നിന്ന് ഉയർന്നു തുള്ളാൻ ആഖിറത്തിലേക്ക്, പരലോകത്തേക്ക്, അർശിൻ്റെ ഉയരത്തിലേക്ക് തുള്ളണം. ഓരോ ചലനത്തിലും അങ്ങനെ ചാടിക്കളിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്, അറിയാലോ. ഞാൻ പറഞ്ഞൊന്ന് ഫിഖ്ഹിലേക്ക് ഞാൻ കിടക്കണില്ല. എൻ്റെ നേതാക്കളാവുന്ന സഹാബാ കിറാം ആത്മാഭിമാനത്തിന് നിർവഹിച്ചതാണ് ഈ സ്പീഡുള്ള ഓട്ടമെന്ന് മനസ്സിലേക്ക് വരണം. ഓരോ സഹാബിയും നമ്മുടെ ചിന്തയിലേക്ക് എത്തണം. മസ്ജിദുൽ ഹറമിൻ്റെ ചുറ്റുഭാഗവും മറവിട്ട് കിടക്കുന്ന വലിയ വലിയ പ്രവാചകന്മാർ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ബാറക്കിനാ ഹൗലഹു സൂറത്തുൽ ഇസ്രായിൽ 1-ാമത്തെ വചനം. അത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്